പെർളശ്ശേരി ടൗണിൽ ഉണ്ടായ ഒരു ആംബുലൻസിൻ്റെ ആക്സിഡൻറ്റ് വീഡിയോ 2 ദിവസം മുന്നേ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ പെർളശ്ശേരി ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വണ്ടികൾ എന്താ പറയേണ്ടത് നിർത്തിയിടുന്നതും അതേപോലെ തന്നെ ടേൺ ചെയ്യുന്നതും അവിടെ അറിയാമല്ലോ. പെർളശ്ശേരി അമ്പലം അതേപോലെ തന്നെ മക്രേരി അമ്പലം അങ്ങോട്ടേക്കെല്ലാം പോകുന്ന വഴിയാണ് ആ ഭാഗത്തേക്ക് വരുന്നത്. അവിടുന്ന് വലത്ത് ഭാഗം ആ ആംബുലൻസ് വരുന്ന വലത്ത് ഭാഗത്തേക്കാണ് പെർളശ്ശേരി അമ്പലത്തിലേക്ക് പോകുന്നത്. പിന്നെ ഒരുപാട് പിന്നെ എന്താ പറയേണ്ടത് വണ്ടികളൊക്കെ അവിടെ നിർത്തിയിടും. പിന്നെ ഒരുപാട് ബിസി ആയിട്ടുള്ള ഏരിയയാണ്, ഷോപ്പുകൾ കാര്യങ്ങൾ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ബൈക്കുകാരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ പിന്നെ ചില ആംബുലൻസുകൾ വരുമ്പം തന്നെ സൈറണും കാര്യങ്ങളൊന്നും ഇടാണ്ട് വരിക. അതായത് സൈറൺ അത്യാവശ്യം മാത്രം അവർ ബിസി ആയിട്ടുള്ള ഏരിയാസിലേക്ക് മാത്രം അവർ സൈറൺ യൂസ് ചെയ്യും. പിന്നെ ചില ആംബുലൻസ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് വ്യക്തമാവില്ല. കാരണം പിന്നെ ഈ ബൊലേറോ പോലത്തെ വണ്ടി, ബൊലേറോ പിന്നെ മോഡൽ വണ്ടിയാണ് ഈ ഇവിടെ ആക്സിഡൻറ്റ് സംഭവിച്ചതും അതുപോലെ തന്നെ ആംബുലൻസ് ആയിട്ട് യൂസ് ചെയ്തതും. സാധാരണ ഒരു മുന്നിലേക്ക് കൂടുതലായിട്ട് മൂക്ക് ഉള്ള വണ്ടികൾ ആംബുലൻസ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തര. കാരണം എന്ന് വെച്ചാൽ ഒരു ബ്ലോക്കിലോട്ട് എങ്ങനെയാണ് എടുക്കുക. നമ്മുടെ ട്രാവലർ തന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അധികം മുഖവും കാര്യങ്ങളൊന്നും മുന്നോട്ടേക്ക് ഉണ്ടാത്ത ഒരു വണ്ടിയാണ് ട്രാവലർ. അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള വാഹനങ്ങൾ മൊത്തം പിന്നെ അങ്ങ് വിദേശത്തും കാര്യങ്ങളൊക്കെ ഇതേപോലെയുള്ള വണ്ടികൾ യൂസ് ചെയ്യില്ല. ബൊലേറോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ടൗൺ ഏരിയാസിലൊന്നും എടുക്കാൻ പറ്റില്ല. അതിനാണ് അവർ സിറ്റി പിക്കപ്പ് പോലത്തെ മുഖം കുറച്ചിട്ട് അതിൻ്റെ മുന്നിലത്തെ ഭാഗം കുറച്ചിട്ടൊക്കെ ഇറക്കിയത്. ഇതിപ്പാണ് ഇറക്കിയത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ബൊലേറോ പോലത്തെ വണ്ടികളിൽ ആംബുലൻസ് ആക്കിയിട്ട് ഓടുമ്പോൾ മറ്റുള്ളവർ എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഇപ്പം നമ്മൾ തന്നെ ഒരു ജംഗ്ഷനിലേക്ക് പിന്നെ എന്താ പറയേണ്ടത് സാധാരണ കിടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആംബുലൻസ് ഒരു പിന്നെ എന്താ പറയേണ്ടത് സൈറണും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് മുന്നിലേക്ക് വന്നാൽ പെട്ടുപോകുന്നത് ആരാണ്? അവിടെ നമ്മൾ ടേൺ ചെയ്താൽ നമ്മളെ വണ്ടികളെല്ലാം പെട്ടുപോകുക. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് സ്പീഡ് കുറക്കാൻ പറ്റില്ല. ഒരു ജംഗ്ഷൻ എത്തുമ്പം കൂടി ഇവർ സ്പീഡ് കുറക്കുന്നില്ല. എന്നുവെച്ചാൽ അത്രയും സ്പീഡിലാണ് പോകുന്നത്. എല്ലാ വണ്ടികൾക്കും എപ്പോൾ മാറാൻ പറ്റുമോ? പറ്റില്ല. ഒരിക്കലും മാറാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആംബുലൻസിൽ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ജംഗ്ഷൻ എത്തുമ്പം കൂടി അവർ സ്പീഡ് കുറക്കുന്നില്ല. എന്താണെങ്കിലും പോട്ട്, നമ്മളിപ്പം പെട്ടെന്നൊരു ഹൃദയാഘാതം വന്നിട്ട് കൊണ്ടുവന്ന ആൾക്കാരെ ആണെങ്കിലും പോട്ടെ, പക്ഷേ അവരടക്കാൻ ഇതിൽ പിന്നെ അപകടത്തിൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാവുക, അവർക്കടക്കാന്ന് പരിക്കുകൾ ഉണ്ടാവുക. രോഗി അടക്കമാണ് ഈ ആംബുലൻസിൽ പരിക്കുകൾ ഏറ്റിട്ടുള്ളത്. ഡ്രൈവർക്കും അതേപോലെ തന്നെ അതിൻ്റെ അകത്തുണ്ടായ സഹായിയും പിന്നെ രോഗിയും അവരെ കൂടെ പോയ ആൾക്കാർക്കും ഒക്കെയാണ് ഇത് നല്ല പരിക്കേറ്റത്. കാരണം വെച്ചാൽ ആ വണ്ടി മറിയുന്നതടക്കം അതിൽ നിന്ന് നമുക്ക് തെളിയുന്നുണ്ട്. കാരണം അത്രയും സ്പീഡാണ്. അതായത് ഒരു ടൗൺ എത്തുമ്പം സാധാരണ ആളെന്നാൽ പിന്നെ ഒന്ന് ചിന്തിക്കുക, അവിടെ നിന്ന് ഞാൻ സ്പീഡ് കുറക്കണം അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾ കയറും. നമുക്കിപ്പം പിന്നെ എല്ലാ വണ്ടികളും ആംബുലൻസ് വരുമ്പോൾ എല്ലാ വണ്ടികളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആംബുലൻസും കുറച്ച് കൺട്രോളിലൂടെ പോകണം.